നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്ത. ഇടയശ്രേഷ്ഠനെ ഹൃദയപൂർവ്വം അന്ത്യയാത്രാമൊഴിയേകി സാംസ്കാരിക നഗരി. കാലം ചെയ്ത ഡോക്ടർ മാറപ്രേം മെത്രാപ്പോലിത്തയ്ക്ക് സംസ്ഥാനത്തിന്റെ പ്രണാമം. ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാര ശുശ്രൂഷ നടന്നു. യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റിനെ മർദ്ദിക്കുകയും പരിക്കേൽപ്പിക്കുകയും ചെയ്ത സംഭവത്തിൽ പോലീസിനെതിരെ കേസ്. കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ 4 പോലീസുകാർക്കെതിരെ കുന്നംകുളം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് കേസെടുത്ത് ഉത്തരവായത്. പൊള്ളാച്ചിയിൽ കാർ കൊക്കയിലേക്ക് മറിഞ്ഞ് ഗുരുവായൂർ GAP സ്കൂൾ 2ാം ക്ലാസ് വിദ്യാർത്ഥിനി മരിച്ചു. ഗുരുവായൂർ മാവിൻ ചുവട് താമസിക്കുന്ന കാസർഗോഡ് സ്വദേശി സാബിറിന്റെ മകൾ 7 വയസ്സുള്ള സിയ ഫാത്തിമയാണ് മരിച്ചത്. തട്ടകത്തിന്റെ കഥാകാരനെ തട്ടകത്തിലെ കലാലയത്തിൽ അപൂർവ സ്മാരകമുയർന്നു. കോവിലൻ സ്മാരക ഹാളിന്റെ ഉദ്ഘാടനവും കോവിലൻ കലാലയ പുരസ്കാര വിതരണവും വെള്ളിയാഴ്ച നടക്കും. വാർത്തകൾ വിശദമായി. യൂത്ത് കോൺഗ്രസ് നേതാവിന് മർദ്ദനം, പോലീസുകാർക്കെതിരെ കേസ്. ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് VS സുജിത്തിനെ മർദ്ദിച്ചുവെന്ന പരാതിയിലാണ് കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ 4 ഉദ്യോഗസ്ഥർക്കെതിരെ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി കേസെടുത്തത്. 2023 ഏപ്രിൽ 5-ാം തീയതി ചൊവ്വന്നൂരിൽ വെച്ച് വഴിയരികിൽ നിന്നിരുന്നവരെ പോലീസ് ഭീഷണിപ്പെടുത്തിയെന്നും ഇതുകണ്ടിടപെട്ട തന്നെ പോലീസ് ജീപ്പിൽ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്ന് ക്രൂരമായി മർദ്ദിച്ചുവെന്നുമായിരുന്നു സുജിത്തിന്റെ പരാതി. സ്റ്റേഷനിലെ ഇടിമുറിയിൽ വെച്ച് സബ് ഇൻസ്പെക്ടർ നുമാൻ, CPOമാരായ ശശീന്ദ്രൻ, സന്ദീപ്, സജീവൻ എന്നിവരാണ് ദേഹോപദ്രവം ഏൽപ്പിച്ചതെന്നും പരാതിയിൽ പറഞ്ഞിരുന്നു. മദ്യപിച്ച് പ്രശ്നമുണ്ടാക്കുകയും പോലീസിനെ ഉപദ്രവിക്കുകയും കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയും ചെയ്തുവെന്ന് കുറ്റം ചുമത്തി പോലീസ് സുജിത്തിനെതിരെ FIR രജിസ്റ്റർ ചെയ്തെങ്കിലും വൈദ്യപരിശോധനയിൽ മദ്യപിച്ചതായി കണ്ടെത്താൻ സാധിക്കാതെ വന്നതോടെ ചാവക്കാട് മജിസ്ട്രേറ്റ് കോടതി ഇദ്ദേഹത്തിന് ജാമ്യം അനുവദിക്കുകയായിരുന്നു. തുടർന്ന് കോടതിയുടെ നിർദ്ദേശാനുസരണം നടത്തിയ വൈദ്യപരിശോധനയിൽ പോലീസ് അതിക്രമണത്തിൽ സുജിത്തിന്റെ ചെവിക്ക് കേൾവി തകരാർ സംഭവിച്ചതായി കണ്ടെത്തുകയും ചെയ്തു. ഇതേ തുടർന്നാണ് യൂത്ത് കോൺഗ്രസ് നേതാവ് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കും മനുഷ്യാവകാശ കമ്മീഷനും പരാതി നൽകിയത്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ അന്വേഷണത്തിൽ പോലീസുകാർ ചേർന്ന് മർദ്ദിച്ചുവെന്ന് തെളിഞ്ഞിരുന്നുവെന്നും നീതിക്കു വേണ്ടിയുള്ള പോരാട്ടത്തിൽ സത്യം വിജയിച്ചുവെന്നും സുജിത് പറഞ്ഞു. സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യാൻ കുന്നംകുളം 1ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് L ജയന്താണ് ഉത്തരവിട്ടത്. സുജിത്തിനു വേണ്ടി കുന്നംകുളം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കൂടിയായ അഡ്വക്കേറ്റ് CB രാജീവ് ഹാജരായി. പൊള്ളാച്ചിയിൽ കാർ കൊക്കയിലേക്ക് മറിഞ്ഞ് ഗുരുവായൂർ GAP സ്കൂൾ 2ാം ക്ലാസ് വിദ്യാർത്ഥിനി മരിച്ചു. ഗുരുവായൂർ മാവിൻ ചുവട് താമസിക്കുന്ന കാസർഗോഡ് സ്വദേശി സാബിറിന്റെ മകൾ 7 വയസ്സുള്ള സിയ ഫാത്തിമയാണ് മരിച്ചത്. വ്യാഴാഴ്ച പുലർച്ചെയാണ് സംഭവം. പൊള്ളാച്ചിയിൽ വെച്ച് കുടുംബം സഞ്ചരിച്ച കാർ കൊക്കയിലേക്ക് മറിയുകയായിരുന്നു. ഡ്രൈവർ ഉറങ്ങിയതാണ് കാരണമെന്ന് കരുതുന്നു. അപകടത്തിൽ 5 പേർക്ക് പരിക്കേറ്റു. സാബിർ, ഭാര്യ ബുഷറ, മകൻ മുഹമ്മദ് സയാൻ, സഹോദരൻ കബീർ, ബന്ധുവായ ഷഹനാസ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവർ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇടയശ്രേഷ്ഠനെ ഹൃദയപൂർവ്വം അന്ത്യയാത്രാമൊഴിയേകി സാംസ്കാരിക നഗരി. കാലം ചെയ്ത ഡോക്ടർ മാറപ്രേം മെത്രാപ്പോലിത്തയ്ക്ക് സംസ്ഥാനത്തിന്റെ പ്രണാമം. ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാര ശുശ്രൂഷകൾ നടന്നു. പൗരസ്ത്യ കൽദായ സൂറിയാനി സഭ മേധാവിയും തൃശൂർ ആർച്ച് ബിഷപ്പുമായിരുന്ന ഡോക്ടർ മാർ അപ്രേം മെത്രാപ്പോലിത്തയുടെ മൃതദേഹം സംസ്ഥാന സർക്കാരിന്റെ ഔദ്യോഗിക ബഹുമതികളോടെ ഖബറടക്കി. മാർത്ത് മറിയം വലിയ പള്ളിയിലാണ് ഖബറടക്കിയത്. മാർ ഔഗിൻ കുര്യാക്കോസ് മെത്രാപ്പോലിത്ത സംസ്കാര ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകി. രാവിലെ മുതൽ മാർ അപ്രേമിനു വേണ്ടിയുള്ള വിശുദ്ധ കുർബാന മാർത്ത് മറിയം വലിയ പള്ളിയിൽ നടന്നു. വിശുദ്ധ കുർബാനയ്ക്കു ശേഷം സംസ്കാര ശുശ്രൂഷകൾ നടന്നു. നഗരി കാണിക്കൽ ചടങ്ങ് വിലാപയാത്രയായി വലിയ പള്ളിയിൽ നിന്നാരംഭിച്ച് ഹൈറോഡ് വഴി സ്വരാജ് റൗണ്ട് ചുറ്റി തിരികെ വലിയ പള്ളിയിലെത്തി. തുടർന്ന് കുരുവിളയച്ചൻ പള്ളിയിൽ സംസ്ഥാന സർക്കാരിന്റെ ഔദ്യോഗിക ബഹുമതികളോടുകൂടി ഖബറടക്ക സംസ്കാര ശുശ്രൂഷകൾ നടത്തി. ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള, റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി K രാജൻ, മേയർ MK വർഗീസ്, ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, സിറ്റി പോലീസ് കമ്മീഷണർ R ഇളങ്കോ തുടങ്ങിയവർ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തു. ദേശീയ പണിമുടക്ക് ദിനത്തിൽ ഗുരുവായൂരിൽ ഹോട്ടൽ അടിച്ചു തകർത്ത കേസിൽ 5 പേർ അറസ്റ്റിലായി. അനീഷ് പ്രസാദ്, സുരേഷ് ബാബു, മുഹമ്മദ് നിസാർ, രഘു എന്നിവരെയാണ് ഗുരുവായൂർ ടെമ്പിൾ പോലീസ് അറസ്റ്റ് ചെയ്തത്. ദേശീയ പണിമുടക്ക് ദിവസം കടകൾ തുറന്ന് പ്രവർത്തിപ്പിച്ചതിൽ പ്രകോപിതരായ പണിമുടക്ക് അനുകൂലികളാണ് ബുധനാഴ്ച രാവിലെ കടകൾക്ക് നേരെ അക്രമം നടത്തിയത്. പടിഞ്ഞാറേ നടയിൽ പ്രവർത്തിക്കുന്ന സൗവർണിക ഹോട്ടലിന്റെ മുൻവശത്തെ ചില്ലുകളാണ് തല്ലി തകർത്തത്. മറ്റ് 2 കടകൾക്ക് നേരെയും ആക്രമണമുണ്ടായിരുന്നു. ഗുരുവായൂർ പോലീസ് ഇൻസ്പെക്ടർ G അജയ്കുമാർ, SI പ്രീത ബാബു, ASIമാരായ അഭിലാഷ്, സാജൻ വിനയൻ, സീനിയർ CPOമാരായ ശ്രീനാഥ്, ഗഗേഷ്, CPOമാരായ റമീസ്, ജോയ്, ഷിബു, അനൂപ്,
SJ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് അന്വേഷണം നടത്തിയത്. ചാവക്കാട് കോടതിയിൽ ഹാജരാക്കിയ പ്രതികൾക്ക് ജാമ്യം ലഭിച്ചു. തട്ടകത്തിന്റെ കഥാകാരനെ തട്ടകത്തിലെ കലാലയത്തിൽ അപൂർവ സ്മാരകമുയർന്നു. കോവിലൻ സ്മാരക ഹാളിന്റെ ഉദ്ഘാടനവും കോവിലൻ കലാലയ പുരസ്കാര വിതരണവും വെള്ളിയാഴ്ച നടക്കുമെന്ന് കോളേജ് അധികൃതരും കോവിലൻ ട്രസ്റ്റ് ഭാരവാഹികളും വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. തട്ടകത്തിലെ കലാലയമായ ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിൽ മലയാളം വിഭാഗം സജ്ജമാക്കിയ സെമിനാർ ഹാൾ കോവിലന്റെ പേരിലാണ് ഒരുക്കിയിട്ടുള്ളത്. കോവിലന്റെ രചനാലോകത്തിലേക്ക് പുതുതലമുറയെ ആകർഷിക്കും വിധം ICT സാങ്കേതിക സൗകര്യങ്ങളോടെ നവീകരിച്ച സെമിനാർ ഹാളിന്റെ ചുവരുകളിൽ കോവിലന്റെ ഛായാചിത്രങ്ങളും ജീവിതരേഖകളും പ്രശസ്തി പത്രങ്ങളും കൃതികളുടെ കവർ ചിത്രങ്ങളും ആലേഖനം ചെയ്തിട്ടുണ്ട്. നാടകപ്രവർത്തകനും ചിത്രകാരനുമായ സുനിൽ ചൂണ്ടലാണ് ചിത്രങ്ങൾ ഒരുക്കിയത്. കോവിലൻ ട്രസ്റ്റിന്റെയും ഗുരുവായൂർ ദേവസ്വത്തിന്റെയും സഹകരണത്തോടെ മലയാള വിഭാഗം സജ്ജീകരിച്ചിട്ടുള്ള കോവിലൻ സ്മാരക സെമിനാർ ഹാൾ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് കാലടി സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ MV നാരായണൻ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് കോവിലന്റെ പരുക്കൻ നാച്ചുറലിസം എന്ന വിഷയത്തിൽ MV നാരായണൻ കോവിലൻ സ്മാരക പ്രഭാഷണം നിർവഹിക്കും. കോവിലൻ ട്രസ്റ്റിന്റെ സഹകരണത്തോടെ ശ്രീകൃഷ്ണ കോളേജ് മലയാള വിഭാഗം ഏർപ്പെടുത്തിയ കോവിലൻ കലാലയ കഥാ പുരസ്കാരം തിരൂർ തുഞ്ചത്തെഴുത്തച്ഛൻ മലയാള സർവകലാശാല MA മലയാളം വിദ്യാർത്ഥി EA മുഹമ്മദ് സ്വാലിഹിന് ചടങ്ങിൽ സമർപ്പിക്കും. സെക്കൻഡ്സ് വാട്സപ്പ് എന്ന ചെറുകഥയ്ക്കാണ് പുരസ്കാരം ലഭിച്ചത്. കാവീട് ഗ്രാമം അവതരിപ്പിക്കുന്ന തട്ടകം 1-ാം അധ്യായത്തിന്റെ നാടകാവിഷ്കാരമായ പുറപ്പാടിന്റെ അവതരണം ഇതോടനുബന്ധിച്ച് ഉണ്ടാകും. രാവിലെ 10-ന് കോവിലൻ സ്മൃതി മണ്ഡപമായ ഗിരിയിൽ സമീപത്തെ വിദ്യാലയങ്ങളിൽ നിന്നുള്ള കുട്ടികൾ പങ്കെടുക്കുന്ന കോവിലൻ കഥകളുടെ വായന അരങ്ങേറും. കണ്ടാണിശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ ഉദ്ഘാടനം ചെയ്യും. വാർത്താസമ്മേളനത്തിൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ PS വിജോയ്, മലയാള വിഭാഗം മേധാവി ഡോക്ടർ AM റീന, മലയാളം അധ്യാപകൻ ഡോക്ടർ ബിജു ബാലകൃഷ്ണൻ, ട്രസ്റ്റ് ഭാരവാഹികളായ AD ആൻഡു മാസ്റ്റർ, മേജർ PJ സ്റ്റൈജു, ചിത്രകാരൻ സുനിൽ ചൂണ്ടൽ എന്നിവർ പങ്കെടുത്തു. ഇതിനെ ദേവസ്വം ബോർഡ് നോക്കി കാണുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ വിജയമാഷയായിട്ട് സംസാരിച്ചപ്പോഴും ഇതൊരു പഠന ഗവേഷണ കേന്ദ്രമാക്കി മാറ്റുക. കോവിലുകളുടെ പേരിലുള്ള ഒരു പഠന ഗവേഷണ കേന്ദ്രമാക്കി ഇതിനെ മാറ്റുക എന്നുള്ളതാണ് ശ്രീകൃഷ്ണ കോളേജിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ കാര്യം. കാരണം ടീച്ചർ പറഞ്ഞ പോലെ നമ്മുടെ ഈ പ്രദേശത്ത് നമുക്ക് ആർക്കും മാറ്റി നിർത്താൻ പറ്റാത്തൊരു വ്യക്തിത്വമാണ് കോവിലൻ. അദ്ദേഹത്തിൻ്റെ പേരിൽ മലയാളം ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു പഠന ഗവേഷണ കേന്ദ്രമാക്കി ഇത് ഉയർത്തുക. അപ്പോൾ അക്കാദമിക് സൈഡിൽ കൂടെ ഇതിനെങ്ങനെ ജനങ്ങളിലേക്ക് എത്തിക്കുക, അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ഉയർത്തിക്കൊണ്ട് വരിക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കുടീരത്തിൽ വെച്ചിട്ട് കോവിലൻ കുടീരത്തിൽ വെച്ചിട്ട് അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം ഇവിടെ അതിൻ്റെ ഇനാഗ്രേഷനായിട്ടാണ് നടത്തുന്നത്. നാരായണ മാഷാണ് ഇനാഗ്രേറ്റ് ചെയ്യാൻ വരുന്നത്. കോവിലൻ സ്മാരക സെമിനാർ ഹാളിന്റെ ചുവരുകളിൽ തട്ടകപ്പെരുമ ഒരുക്കി ചിത്രകാരൻ സുനിൽ ചൂണ്ടൽ. ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിൽ ദേവസ്വവും മലയാളം വിഭാഗവും ചേർന്ന് സജ്ജമാക്കിയ സെമിനാർ ഹാളിന്റെ ചുവരുകളിലാണ് കോവിലന്റെ തട്ടകത്തിലെ കഥാപാത്രങ്ങളെ പുനരാവിഷ്കരിച്ചത്. കണ്ടാണശ്ശേരിയെ കൾച്ചറൽ ടൂറിസത്തിന്റെ ഭൂപടത്തിലേക്ക് ഉയർത്താനുള്ള ശ്രമത്തിന്റെ ആദ്യപടിയായാണ് കോവിലൻ സ്മാരക സെമിനാർ ഹാൾ രൂപപ്പെടുത്തിയിട്ടുള്ളത്. കോവിലന്റെ മാസ്റ്റർ പീസ് നോവലായ തട്ടകത്തിലെ ഉണ്ണിരിക്കുട്ടിയുടെയും കമ്മളൂട്ടിയുടെയും കന്നുകളോടൊത്തുള്ള പുറപ്പാടും, കുഞ്ഞപ്പന്റെ തോളിലിരുന്നുള്ള അപ്പുക്കുട്ടന്റെ സ്കൂൾ പ്രവേശനവും, ക്വിറ്റ് ഇന്ത്യ സമരത്തോടനുബന്ധിച്ചുള്ള സ്കൂൾ ബഹിഷ്കരണവും, താച്ചട്ടി വൈദ്യരുടെ പാത്തിച്ചികിത്സയും, വാറുണ്ണിയുടെ വരട്ടോലക്കെട്ടും, കമ്മീഷണറുടെ വരവും, കോട്ടപ്പറമ്പൻ അയ്യപ്പന്റെ നടത്തവും, ഭിക്ഷുവിന്റെ യാത്രയും, തൈത്തറ കുഞ്ഞിക്കണ്ണാരന്റെ ഉപചാരവും, പൊന്നപ്പന്റെയും മനോർമണിയുടെയും കൂടിക്കാഴ്ചയുമാണ് ക്യാൻവാസ് ചിത്രങ്ങളായി സെമിനാർ ഹാളിന്റെ ചുവരുകളിൽ വിന്യസിക്കപ്പെട്ടിരിക്കുന്നത്. വരകളാലും വർണ്ണങ്ങളാലും തട്ടകത്തിന്റെ ദൃശ്യവായന നിർവഹിച്ചിരിക്കുന്നത് ചിത്രകാരനും ശില്പിയും നാടകപ്രവർത്തകനും ദേശക്കാരനുമായ സുനിൽ ചൂണ്ടലാണ്. വെള്ളിയാഴ്ച ഉദ്ഘാടനം നിർവഹിക്കപ്പെടുന്ന സെമിനാർ ഹാളിന്റെ പ്രധാന ആകർഷണമാണ് സുനിലിന്റെ കലാവൈഭവം വിളിച്ചോതുന്ന ഈ ചിത്രങ്ങൾ. തട്ടകത്തിലെ ആദ്യ അധ്യായത്തെ ആസ്പദമാക്കി സുനിൽ രംഗപാഠവും സംവിധാനവും നിർവഹിച്ച പുറപ്പാട് എന്ന നാടകത്തിന്റെ അവതരണവും ചടങ്ങിന്റെ ഭാഗമായി നടക്കും. തട്ടകത്തിന്റെ കഥാകാരനായ കോവിലന്റെ ചിത്രങ്ങൾ സെമിനാർ ഹാളിൽ ഒരുക്കാൻ സാധിച്ചത് ഭാഗ്യമായാണ് കരുതുന്നതെന്ന് സുനിൽ ചൂണ്ടൽ പറഞ്ഞു. കോവിലൻ ട്രസ്റ്റ് ഭാരവാഹി AD ആൻഡു മാസ്റ്ററുമായി ആലോചിച്ചാണ് തട്ടകത്തിലെ കഥാപാത്രങ്ങളെ പുനരാവിഷ്കരിച്ചതെന്നും സുനിൽ വ്യക്തമാക്കി. കോവിലൻ എന്ന നമ്മുടെ പ്രിയപ്പെട്ട എഴുത്തുകാരന് തട്ടകത്തിന് നൽകാവുന്ന ഏറ്റവും മികച്ച ഒരു ആദരവാണ് ഈ സെമിനാർ ഹാളിലാണ് വിശ്വസിച്ചത്. അപ്പോൾ സെമിനാർ ഹാളിൽ നമുക്ക് എന്തെല്ലാം ഒരുക്കണം എന്നുള്ളത് ആലോചന വന്നപ്പോൾ ആൻഡുമാഷിനെയാണ് ആ പുസ്തകത്തിൽ അടയാളപ്പെടുത്തിയിട്ടുള്ള ഇല്ലസ്ട്രേഷനുകളാണ് തട്ടകം വായിക്കുന്നവരുടെ മുമ്പിൽ, വായിച്ചിട്ടുള്ളവരുടെ ഉള്ളിൽ ഉള്ളത്. അത് നമുക്ക് പകർത്താമെന്നുള്ളൊരു ആലോചനയാണ് വന്നത്. അപ്പോൾ അത് ഭംഗിയായിട്ട് ചെയ്യാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്, ഇതിൻ്റെ ഒരു ഭാഗമാക്കാൻ സാധിച്ചതിൽ. അതുപോലെ തന്നെയാണ് തട്ടകത്തിൻ്റെ ആദ്യത്തെ അധ്യായം നാടകമാക്കാനുള്ളൊരു
ആലോചനയും നടന്നത്. അത് 30ാമത്തെ വേദിയാണ്. അത് ശ്രീകൃഷ്ണയിൽ കളിക്കാൻ പോകുന്നു, ഈ കോളേജിൽ കളിക്കാൻ പോകുന്നു, ഈ സെമിനാർ ഹാളിൻ്റെ ഇനാഗ്രേഷനുമായി ബന്ധപ്പെട്ട് കളിക്കാൻ പോകുന്നു എന്നുള്ളതിൽ വളരെ സന്തോഷമുണ്ട്. വരയിലൂടെയും വർണ്ണത്തിലൂടെയും നാടകത്തിലൂടെയും തട്ടകത്തിന്റെ പ്രിയ കഥാകാരനെ തന്റേതായ നിലയിൽ അടയാളപ്പെടുത്തുകയാണ് ദേശത്തെ കലാകാരനായ സുനിൽ ചുണ്ടൽ. കേരളത്തിന്റെ ആരോഗ്യ മേഖല വെന്റിലേറ്ററിലാണെന്നും മെഡിക്കൽ കോളേജ് മുതൽ ആരോഗ്യ കേന്ദ്രങ്ങൾ വരെ സർവത്ര കെടുകാര്യസ്ഥതയാണെന്നും KPCC വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് VT ബൽറാം പറഞ്ഞു. ആരോഗ്യ മേഖലയിലെ സർക്കാർ അവഗണനയ്ക്കും അനാസ്ഥയ്ക്കുമെതിരെ ഗുരുവായൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച ചാവക്കാട് താലൂക്ക് ആശുപത്രി ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സമരത്തിന് മുന്നോടിയായി നേതാക്കളുമൊത്ത് ആശുപത്രി സന്ദർശിച്ച VT ബൽറാം ചാവക്കാട് ആശുപത്രിയിൽ ഡോക്ടർമാരുടെ കുറവും ഡയാലിസിസ് സൗകര്യങ്ങളുടെ കുറവും ചോദിച്ചറിഞ്ഞു. ഈ വീഴ്ചയ്ക്ക് കഴിഞ്ഞ 4 തവണയായി വിജയിക്കുന്ന ഇടതുപക്ഷ MLA-മാർ ഉത്തരവാദികളാണെന്നും VT ബൽറാം കുറ്റപ്പെടുത്തി. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അരവിന്ദൻ പല്ലത്ത് അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ PK ജമാലുദ്ദീൻ, R രവികുമാർ, KV സത്താർ, PV ബദറുദ്ദീൻ, KP ഉദയൻ, ഇർഷാദ് ചേറ്റുവ, HM നൌഫൽ, OKR മണികണ്ഠൻ തുടങ്ങിയവർ സംസാരിച്ചു. അദ്ദേഹത്തിന്റെ ആരോഗ്യം എന്ന് പറയുന്നത് കേരളത്തിന്റെ കൺസേൺ ആണ്. ഞാൻ വിരോധം പറയുന്നില്ല. അദ്ദേഹത്തിന് ഏറ്റവും മികച്ച ചികിത്സ ലഭിക്കട്ടെ, എനിക്ക് വിരോധമില്ല. പക്ഷെ മുഖ്യമന്ത്രിക്ക് കിട്ടുന്ന ആ ഒരു അവസരത്തിന്റെ 100-ൽ-1 ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്കും അവസരം ലഭിക്കണം എന്നുള്ള കാര്യം മാത്രമാണ് പൊതുജനാരോഗ്യത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. ഇവിടുത്തെ സർക്കാർ ആശുപത്രികളെ ഈ നിലയിലാക്കിയിട്ട് ഇങ്ങനെ ഒരു അപകടം നടന്നിട്ട് 24 മണിക്കൂർ പോലും തികയുന്നതിന് മുമ്പാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്വന്തം ചികിത്സയ്ക്ക് വേണ്ടി വിദേശ രാജ്യത്തേക്ക് പോയത്, അമേരിക്കയിലേക്ക് പോയത് എന്ന് പറയുമ്പോ അപ്പോഴെങ്കിലും മനുഷ്യപ്പറ്റുള്ള ആളുകൾ അത് ചെയ്യോ ഇല്ലയോ എന്നുള്ളത് കേരളം ചിന്തിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് സൂചിപ്പിക്കാനുള്ളൂ. കോൺഗ്രസ് പാവർട്ടി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മറ്റം കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് നടത്തിയ മാർച്ച് പോലീസ് തടഞ്ഞു. പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കി. ആരോഗ്യമന്ത്രി വീണ ജോർജ് കേരള സമൂഹത്തോട് മാപ്പ് പറഞ്ഞ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് നടത്തിയ മാർച്ച് കുടുംബാരോഗ്യ കേന്ദ്രത്തിന് മുൻപിൽ ബാരിക്കേഡ് സ്ഥാപിച്ച് പോലീസ് തടഞ്ഞു. പാവർട്ടി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മറ്റത്തുനിന്ന് ആരംഭിച്ച മാർച്ച് തടഞ്ഞതിനെ തുടർന്ന് നടന്ന പ്രതിഷേധ ധർണ KPCC സെക്രട്ടറി സുനിൽ അന്തിക്കാട് ഉദ്ഘാടനം ചെയ്തു. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാവുന്ന കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കേരളത്തിലെ ആരോഗ്യ മേഖലയോട് കാണിക്കുന്ന അവഗണനയ്ക്കെതിരായിക്കൊണ്ടുള്ള കോട്ടയം മെഡിക്കൽ കോളേജിലെ കെട്ടിടം തകർന്നു വീണ സമയത്ത് തെറ്റായ പ്രസ്താവനകൾ ദൃശ്യമാധ്യമങ്ങൾക്ക് നൽകി രക്ഷാപ്രവർത്തനം മന്ദഗതിയിലാക്കിയതുമൂലം യുവതി മരണപ്പെട്ട സംഭവത്തിൽ മന്ത്രി വീണ കേരള സമൂഹത്തോട് മാപ്പ് പറഞ്ഞ് രാജിവെക്കണമെന്ന് KPCC സെക്രട്ടറി സുനിൽ അന്തിക്കാട് ആവശ്യപ്പെട്ടു. ആരോഗ്യരംഗത്ത് ലോകത്തിന് മാതൃക എന്ന PR വർക്കിലൂടെ പ്രചരിപ്പിക്കുന്ന മന്ത്രിക്ക് ആയിരക്കണക്കിന് സാധാരണക്കാർക്ക് ശസ്ത്രക്രിയ പോലും സമയത്ത് നടത്തിക്കൊടുക്കാനാവാത്ത സംവിധാനമാക്കി മെഡിക്കൽ കോളേജുകളെ മാറ്റിയെന്നും സുനിൽ ആരോപിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് CJ സ്റ്റാൻലി അധ്യക്ഷനായി. DCC സെക്രട്ടറി സിജു പാവർട്ടി, മുൻ ബ്ലോക്ക് പ്രസിഡന്റ് AT സ്റ്റീഫൻ മാസ്റ്റർ, മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി റൂബി ഫ്രാൻസിസ്, ദളിത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അപ്പു ആളൂർ, മണ്ഡലം പ്രസിഡന്റുമാരായ ഷാജു തരകൻ, BV ജോയ്, പ്രസാദ് വാഗ, ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളായ NA നൌഷാദ്, MM മൊയ്തീൻ, P മാധവൻ, ജെയ്സൺ ചാക്കോ, AD സാജു എന്നിവർ സംസാരിച്ചു. പ്രകടനത്തിന് TO ജോയ്, ജയൻ പാണ്ഡിയത്ത്, സെബീന റിറ്റോ, ജെറോം ബാബു, TK സുബ്രഹ്മണ്യൻ, സുനിത രാജു, ധന്യ സിബിൽ, ഷമീറ ഖാദർമോൻ, റംല മജീദ് എന്നിവർ നേതൃത്വം നൽകി. പ്രവർത്തകർ ബാരിക്കേഡ് തള്ളിയിടാൻ ശ്രമിച്ചത് സംഘർഷത്തിനിടയാക്കി. പ്രവർത്തകരെ ഗുരുവായൂർ സ്റ്റേഷൻ ഹൌസ് ഓഫീസർ ജിൻസൺ ഡൊമിനിക്, സബ് ഇൻസ്പെക്ടർ U മഹേഷ് എന്നിവരുടെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്ത് നീക്കി. ആരോഗ്യമേഖലയോടുള്ള സംസ്ഥാന സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കുന്നംകുളം താലൂക്ക് ആശുപത്രിയുടെ മുൻപിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. AICC മെമ്പർ അനിലക്കര ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CB രാജീവ് അധ്യക്ഷനായി. DCC ജനറൽ സെക്രട്ടറിമാരായ KC ബാബു, CI ടി മാത്യു, മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് കവിത പ്രേംരാജ്, മുൻ ബ്ലോക്ക് പ്രസിഡന്റ് K ജയശങ്കർ, മണ്ഡലം പ്രസിഡന്റുമാരായ അലി, ബാലചന്ദ്രൻ, PI തോമസ്, മിഷ സെബാസ്റ്റ്യൻ, രമേശ്, സാംസൺ മാസ്റ്റർ, പ്രവീൺ അക്കിക്കാവ്, ജയൻ പള്ളിക്കര, നെൽസൺ അയ്പ്, രാജൻ അണ്ണേടത്ത് എന്നിവർ സംസാരിച്ചു.
സർവകലാശാലകൾ കാവ്യവൽക്കരിക്കാനുള്ള ഗവർണറുടെ ഇടപെടലുകൾക്കെതിരെയുള്ള സമരത്തിന്റെ ഭാഗമായി SFI സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെ 30 പേർ റിമാൻഡ് ചെയ്തതിൽ പ്രതിഷേധിച്ച് ഗുരുവായൂർ ശ്രീകൃഷ്ണ സ്കൂളിൽ SFI പഠിപ്പ് മുടക്കി. തുടർന്ന് വിദ്യാർത്ഥികളും പ്രവർത്തകരും പടിഞ്ഞാറേ നടയിലേക്ക് പ്രകടനം നടത്തി. പടിഞ്ഞാറേ നടയിലെ ഇൻകം ടാക്സ് ഓഫീസിന് മുൻപിൽ നടത്തിയ പ്രതിഷേധ യോഗം SFI ജില്ലാ വൈസ് പ്രസിഡന്റ് TA അഭിജിത്ത് ഉദ്ഘാടനം ചെയ്തു. SFI പ്രവർത്തകരായ സഹൃദയകുമാർ, മുബഷീർ, അനഘ, സനിക തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ള 30ഓളം വരുന്ന സഖാക്കൾ കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ സംരക്ഷിക്കാനുള്ള പോരാട്ടത്തിന്റെ ഭാഗമായി, ചെറുത്തുനിൽപ്പിന്റെ ഭാഗമായി ഇപ്പോൾ റിമാൻഡിലാണ്. അതിൽ തുടർന്നാണ് കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയെ, ഉന്നത വിദ്യാഭ്യാസ മേഖലയെ തകർത്ത് തരിപ്പണമാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന RSSനെതിരെയാണ്, സംഘപരിവാരത്തിനെതിരെയാണ് കേരളത്തിലെ ക്യാമ്പസുകളിൽ നിന്ന്. ആരോഗ്യമേഖലയിലെ സർക്കാർ അവഗണനയ്ക്കെതിരെയും ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ അനാസ്ഥയ്ക്കെതിരെയും കടവല്ലൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ എരുമപ്പെട്ടി സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിലേക്ക് മാർച്ച് നടത്തി. എരുമപ്പെട്ടി ഫൊറോന പള്ളിക്ക് സമീപത്തു നിന്നും ആരംഭിച്ച മാർച്ച് ആശുപത്രിക്ക് മുൻപിൽ സമാപിച്ചു. തുടർന്ന് നടത്തിയ ധർണ KPCC സെക്രട്ടറി KB ശശികുമാർ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് കടവല്ലൂർ ബ്ലോക്ക് പ്രസിഡന്റ് സുരേഷ് മമ്പറമ്പിൽ അധ്യക്ഷനായി. DCC ജനറൽ സെക്രട്ടറി ബിജോയ് ബാബു, മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സ്വപ്ന രാമചന്ദ്രൻ, UDF നിയോജകമണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ, യൂത്ത് കോൺഗ്രസ് നിയോജകമണ്ഡലം പ്രസിഡന്റ് മഹേഷ് തിപ്പലശ്ശേരി, സജീവ് ചാത്തനാത്ത്, ഫൈസൽ കാഞ്ഞിരപ്പറമ്പിൽ, ഫ്രെഡി ജോൺ, PP യേശുദാസ്, പ്രവാസി കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി യാവുട്ടി ചെറുമനേങ്ങാട്, മഹിളാ കോൺഗ്രസ് നിയോജകമണ്ഡലം പ്രസിഡന്റ് സഫീന അസീസ്, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ MM നിഷാദ്, ഷർഫു പന്നിത്തടം, ബ്ലോക്ക് നേതാക്കൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഗുരുവായൂർ നഗരസഭ ആയുർവേദ ആശുപത്രിയുടെ ശോചനീയാവസ്ഥ പരിഹരിക്കുക, മെയിൽ തെറാപ്പിസ്റ്റിനെ അടിയന്തരമായി നിയമിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് യൂത്ത് കോൺഗ്രസ് ഗുരുവായൂർ മണ്ഡലം കമ്മിറ്റി നഗരസഭ ഓഫീസിന് മുൻപിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. നഗരസഭ പ്രതിപക്ഷ നേതാവ് KP ഉദയൻ ധർണ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് KK രഞ്ജിത്ത് അധ്യക്ഷനായി. സംസ്ഥാന സെക്രട്ടറി C സൂരജ് മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. നിയോജക മണ്ഡലം സെക്രട്ടറി VS നവനീത്, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് OKR മണികണ്ഠൻ, KPA റഷീദ്, രേണുക ശങ്കർ, ബാലൻ വാരനാട്ട്, റെയ്മണ്ട് മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. പ്രതിഷേധ സമരത്തിന് PR പ്രകാശൻ, KR സുബീഷ്, കൃഷ്ണദാസ് പൈക്കാട്ട്, ഡിബിൻ ചാമുണ്ടേശ്വരി, അക്ഷയ് മുരളീധരൻ, ഹരികൃഷ്ണൻ, RA ജബ്ബാർ, A സതീഷ് കുമാർ, രാകേഷ് എന്നിവർ നേതൃത്വം നൽകി. കോട്ടയം നഗരത്തിൽ ഒരു ഗവൺമെന്റ് മെഡിക്കൽ കോളേജാണ് ഇടിഞ്ഞു വീണ് മനുഷ്യജീവന് അപായം സംഭവിച്ചതെങ്കിൽ ഗുരുവായൂർ നഗരസഭയുടെ ഭരണാധികാരികൾക്ക് മുമ്പിൽ ഇത് ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. അമ്പാടി ബിൽഡിംഗ് എന്ന് പറയുന്ന കെട്ടിടം ഇനിയും നിങ്ങൾ ഈ രീതിയിൽ രോഗികളെ കിടത്തി ചികിത്സിച്ച് മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ അവിടെ ഗുരുതരമായിട്ടുള്ള വീഴ്ചകൾ നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകും. ഞങ്ങൾ സൂചിപ്പിച്ചിട്ടില്ല എന്ന് ആ സമയത്ത് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ നിങ്ങൾക്ക് കഴിയുകയില്ല. ഗുരുവായൂർ മേൽപ്പാലത്തിലെ അപകടകരമായ വിള്ളൽ, അശാസ്ത്രീയമായി മേൽപ്പാലം നിർമ്മാണം നടത്തിയ സംസ്ഥാന സർക്കാരിനെതിരെ BJP നേതൃത്വത്തിൽ മേൽപ്പാലം ഉപരോധിച്ച് പ്രതിഷേധിച്ചു. പാർട്ടി നോർത്ത് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യൻ ഉദ്ഘാടനം ചെയ്തു. മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് പ്രദീപ് പണിക്കശ്ശേരി അധ്യക്ഷത വഹിച്ചു. മണ്ഡലം പ്രസിഡന്റ് അനിൽ മഞ്ചറമ്പത്ത്, സുജയൻ മാമ്പുള്ളി, പ്രസന്നൻ വലിയപറമ്പിൽ, നിതിൻ മരക്കാത്ത്, മനീഷ് കുളങ്ങര, കാളിദാസ് ഗുരുവായൂർ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് പ്രവർത്തകർ റോഡ് ഉപരോധിച്ചു. ഗുരുവായൂർ ടെമ്പിൾ പോലീസ് സ്ഥലത്തെത്തി പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കം ചെയ്തു. മലങ്കരയിലെ പ്രഥമ പരിശുദ്ധനും മലബാർ സ്വതന്ത്ര സുറിയാനി സഭയുടെ സ്ഥാപക പിതാവുമായ കാട്ടുമങ്ങാട്ട് അബ്രഹാമാർ കുർലോസ് വലിയ ബാവയുടെ 223ാമത് ഓർമ്മ പെരുന്നാൾ ആഘോഷം ഭക്തി നിർഭരമായി സമാപിച്ചു. സഭാസ്ഥാനമായ തൊഴിയൂർ സെന്റ് ജോർജ് ഭദ്രാസന ഇടവക ദേവാലയത്തിൽ പെരുന്നാൾ ദിവസമായ വ്യാഴാഴ്ച രാവിലെ 8-ന് പ്രഭാത നമസ്കാരവും 8:30-ന് വിശുദ്ധ 9-ന്മേൽ കുർബാനയും മാർ കുറിലോസ് ബാവയോടുള്ള മധ്യസ്ഥ പ്രാർത്ഥനയും സഭയുടെ ആദ്യ ദേവാലയമായ അഞ്ഞൂർ മാർബഹനം ചാപ്പലിലേക്ക് കൊടിയും സ്ലൈബായും ശ്ലൈഹിക വാഴ്വും പൊതുസദ്യയും നടന്നു. പെരുന്നാൾ ശുശ്രൂഷകൾക്ക് സഭാപരമാധ്യക്ഷൻ സിറിൽ മാർ ബസേലിയോസ് മെത്രോപൊലിത്ത പ്രധാന കാർമ്മികത്വം വഹിച്ചു. തൃശൂർ ഭദ്രാസനാധിപൻ കുര്യാക്കോസ് മാർ ക്ലെമീസ് മെത്രോപൊലിത്ത, ബിലീവേഴ്സ് സഭയുടെ മാത്യൂസ് മാർ സിൽവാനസ് എന്നിവർ പങ്കെടുത്തു. ബുധനാഴ്ച വൈകിട്ട് കുന്നംകുളം സെന്റ് തോമസ് കുന്നത്തെ പള്ളിയിൽ നിന്നും
അഞ്ഞൂർ മാർബഹനം ചാപ്പലിലേക്ക് പദയാത്രയും തുടർന്ന് ഭദ്രാസന പള്ളിയിലേക്ക് കാൽനട ഘോഷയാത്രയും നടത്തിയിരുന്നു. തുടർന്ന് മലങ്കര യാക്കോബായ സഭയുടെ ശ്രേഷ്ഠ കത്തോലിക്ക ആബൂന്മാർ ബസേലിയോസ് ജോസഫ് ബാബയ്ക്ക് സ്വീകരണം നൽകി. പെരുന്നാൾ സന്ധ്യാനമസ്കാരവും ബാബയുടെ കബറിങ്കൽ ധൂപപ്രാർത്ഥനയും ആശീർവാദവും അത്താഴവൂട്ടുമുണ്ടായിരുന്നു. ഇടവക വികാരിയും സഭാ വൈദിക ട്രസ്റ്റിയുമായ ഫാദർ തോമസ് കുര്യൻ, സഭാ സെക്രട്ടറി ബിനോയ് പി മാത്യു, അൽമായ ട്രസ്റ്റി ഗീവർമാണി, ഇടവക സെക്രട്ടറി CV ബാബു, ട്രഷറർ KS റജി, ഓർമ്മ പെരുന്നാൾ ആഘോഷ കമ്മിറ്റി കൺവീനർ വിജു വർഗീസ് എന്നിവർ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി. മലബാർ സ്വതന്ത്ര സുറിയാനി സഭയുടെ നേതൃത്വത്തിൽ മലങ്കര യാക്കോബായ സുറിയാനി സഭയുടെ കാതോലിക്ക ബാവയ്ക്ക് സ്വീകരണം നൽകി. കാട്ടുമങ്ങാട്ട് അബ്രഹാം കുർലോസ് ബാവയുടെ 223 ഓർമ്മ പെരുന്നാളിന്റെ ഭാഗമായിട്ടാണ് ബാവയ്ക്ക് സ്വീകരണം ഒരുക്കിയത്. ബുധനാഴ്ച വൈകിട്ട് സഭാ ആസ്ഥാനം തൊഴിയൂർ സെന്റ് ജോർജ് ദേവാലയത്തിലേക്ക് എത്തിയ ശ്രേഷ്ഠ ബസേലിയോസ് ജോസഫ് കാതോലിക്ക ബാവയ്ക്ക് സഭാ പരമാധ്യക്ഷൻ സിറിൽ മാർ ബസേലിയോസ് മിത്രാപ്പൊലിത്ത, സഭാ വൈദിക ശ്രേഷ്ഠർ, ഭാരവാഹികൾ എന്നിവർ ചേർന്ന് പൂച്ചെണ്ട് നൽകി സ്വീകരിച്ചു. ദേവാലയത്തിലേക്ക് പ്രവേശിച്ച ശ്രേഷ്ഠ ബാവയ്ക്ക് കത്തിച്ച മെഴുകുതിരി നൽകി വിശുദ്ധ മദ്ബഹയിലും പരിശുദ്ധനായ മോർ കുറിലോസ് ബാവയുടെ കബറിങ്കൽ ധൂപപ്രാർത്ഥനയും നടത്തി. തുടർന്ന് നടന്ന സ്വീകരണ യോഗത്തിൽ സിറിൽ മാർ ബസേലിയോസ് മിത്രാപ്പൊലിത്ത അധ്യക്ഷനായി. യാക്കോബായ സഭയുടെ തൃശൂർ ഭദ്രാസനാധിപൻ കുര്യാക്കോസ് മാർ ക്ലീമിസ് മിത്രാപ്പൊലിത്ത, ബിലീവേഴ്സ് ഈസ്റ്റേൺ സഭയുടെ മാത്യൂസ് മാർ സിൽവാനസ് എപ്പിസ്കോപ്പ എന്നിവർ ആശംസകൾ നേർന്നു. പരിശുദ്ധ സഭയുടെ സ്നേഹസമ്മാനമായി മെത്രാപ്പൊലിത്ത ഉപഹാരം നൽകി, സ്ലീബായും നൽകി. ഭദ്രാസന ഇടവകയുടെയും വിവിധ ഭക്തസംഘടനകളുടെയും നേതൃത്വത്തിൽ ബാവയ്ക്ക് ഉപഹാരങ്ങളും നൽകി. സഭാ കൌൺസിൽ വൈസ് പ്രസിഡന്റ് ഫാദർ വർഗീസ് വാഴപ്പുള്ളി രചിച്ച സഭാചരിത്രത്തിന്റെ ഇംഗ്ലീഷ് പതിപ്പ് പുസ്തകം ശ്രേഷ്ഠ ബാവ പ്രകാശനം ചെയ്തു. സഭാ പരമാധ്യക്ഷൻ സിറിൽ മാർ ബസേലിയോസ് ആദ്യപ്രതി ഏറ്റുവാങ്ങി. സഭയിലെ വൈദികർ, ശെമാശന്മാർ, സഭാ കൌൺസിൽ അംഗങ്ങൾ, വിവിധ ഇടവകകളിലെ കമ്മിറ്റി ഭാരവാഹികൾ, ഭക്തസംഘടനാ ഭാരവാഹികൾ, യാക്കോബായ സഭാ വൈദികർ, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു. സഭാ വൈദിക ട്രസ്റ്റി ഫാദർ തോമസ് കുര്യൻ, കൌൺസിൽ വൈസ് പ്രസിഡന്റ് ഫാദർ വർഗീസ് വാഴപ്പള്ളി, സെക്രട്ടറി ബിനോയ് പി മാത്യു, അൽമായ ട്രസ്റ്റി ഗീവർമാണി, ഭദ്രാസന ഇടവക സെക്രട്ടറി CV ബാബു എന്നിവരടങ്ങിയ കമ്മിറ്റി നേതൃത്വം നൽകി. പുതിയ പുതിയ കേസുകളുമൊക്കെ വരുന്നുണ്ട്. അതിലൊന്നും ഭാരപ്പെടുന്നില്ല. ദൈവത്തിന് ആശ്രയിച്ച് മുന്നോട്ട് പോവുകയാണ്. നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണം. കാട്ടുമങ്ങാട്ട് ബാവാമാരുടെ മധ്യസ്ഥതയും ഉണ്ടാകണം. പരിശുദ്ധനായ പരിമല തിരുമേനിയെ മലങ്കര സഭ വിഭാഗിതമില്ലാതെ ബഹുമാനിക്കുന്ന മലങ്കരയുടെ പരിശുദ്ധൻ, ആ പരിശുദ്ധന്റെ നാട്ടിൽ നിന്നുമാണ് ഈ രണ്ട് ബാവാമാരും പരിശുദ്ധ സഭയ്ക്ക് വേണ്ടി അതിശ്രേഷ്ഠമായ ശുശ്രൂഷ ചെയ്ത് ഇന്ന് ദൈവസന്നിധിയിൽ മധ്യസ്ഥരായിരിക്കുന്നത്. നമുക്ക് വിനയപ്പെട്ടുകൊണ്ട് പ്രാർത്ഥിക്കാം. ആ പരിശുദ്ധന്റെ പ്രാർത്ഥന ഈ സഭയ്ക്കും അതുപോലെ ക്രിസ്ത്യൻ സമൂഹത്തിനും ഈ ദേശത്തിനും ഒക്കെ വലിയ അനുഗ്രഹമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവരോടുമുള്ളതായ സ്നേഹവും ആദരവും. ഗുരുവായൂർ നഗരസഭ കുടുംബശ്രീ CDS 2-ന്റെ നേതൃത്വത്തിൽ മട്ടുപ്പാവ് കൃഷിയുടെ ക്ലസ്റ്റർ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ് നിർവഹിച്ചു. വൈസ് ചെയർപേഴ്സൺ അനീഷ്മ ഷനോജ് അധ്യക്ഷത വഹിച്ചു. കുടുംബശ്രീ തൃശൂർ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ഡോക്ടർ സലീൽ മുഖ്യാതിഥിയായി. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശൈലജ സുധൻ, കൗൺസിലർ ദീപ, മെമ്പർ സെക്രട്ടറി ജിഫി ജോയ്, NULM സിറ്റി മിഷൻ മാനേജർ ദീപ, ബ്ലോക്ക് കോർഡിനേറ്റർ സുജ, വിശ്വജിത്ത് എന്നിവർ സംസാരിച്ചു. കുടുംബശ്രീ ചെയർപേഴ്സൺ മോളി ജോയ് സ്വാഗതവും കുടുംബശ്രീ വൈസ് ചെയർപേഴ്സൺ ബിന്ദു ബാബുരാജ് നന്ദിയും പറഞ്ഞു. CDS മെമ്പർമാർ, കുടുംബശ്രീ അംഗങ്ങൾ, ഹരിതകർമ്മസേന അംഗങ്ങൾ തുടങ്ങിയവർ സംബന്ധിച്ചു. സംസ്ഥാന കശുമാവ് കൃഷി വികസന ഏജൻസിയുടെ കശുമാവ് എന്ന പദ്ധതിയുടെ ഭാഗമായി കുന്നംകുളം കൃഷിഭവൻ നേതൃത്വത്തിൽ ചെർളയം VCG സ്കൂളിലെ പ്രൈമറി ഹൈസ്കൂൾ വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്ക് ഗ്രാഫ്റ്റ് ചെയ്ത കശുമാവിൻ തൈകൾ വിതരണം ചെയ്തു. ആദ്യഘട്ടമെന്ന നിലയിൽ 1250 വിദ്യാർത്ഥികൾക്കാണ് കശുമാവിൻ തൈകൾ സൗജന്യമായി നൽകിയത്. നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ PM സുരേഷ് അധ്യക്ഷനായി. കുന്നോളം കൃഷിഭവൻ ഓഫീസർ S ജയൻ കശുമാവ് കൃഷിയുടെ നടീൽ രീതിയെയും പദ്ധതിയെയും കുറിച്ച് വിശദീകരിച്ചു. സ്കൂൾ ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ സ്റ്റാർലെറ്റ്, നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷരായ സജിനി പ്രേമൻ, പ്രിയ സജീഷ്, KS FEC ഫീൽഡ് അസിസ്റ്റന്റ്മാരായ TP നീലിയ നിരൂപ, KD ലക്ഷ്മി ദേവി, അധ്യാപകർ തുടങ്ങിയവർ പങ്കെടുത്തു. റൂട്ട് തെറ്റിച്ച് നാട്ടിട വഴിയിലൂടെ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസിന്റെ മരണപ്പാച്ചിൽ. പശുവിനെ ഇടിച്ചിട്ടു, പിന്നീട് പശു ചാവുകയും ചെയ്തു. പാറമ്പാടത്തെയും കരിക്കാടിനെയും ബന്ധിപ്പിക്കുന്ന CV ശ്രീരാമൻ റോഡിലാണ് സംഭവം. കുന്നംകുളം പെരുമ്പിലാവ് റോഡിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ പഴഞ്ഞി വഴി വാഹനങ്ങൾ പോലീസ് തിരിച്ചുവിട്ടിരുന്നു. എന്നാൽ ഇതുപാലിക്കാതെയാണ് കോഴിക്കോട് തൃശൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ് കരിക്കാട് നിന്നും CV ശ്രീരാമൻ റോഡിലൂടെ അമിത വേഗതയിലെത്തിയത്. വീതി കുറഞ്ഞ ഗ്രാമീണ റോഡായിരുന്നിട്ടും യാതൊരുവിധ ഗതാഗത മര്യാദകളും പാലിക്കാതെ ഈ ബസ് റോഡരികിലൂടെ നടന്നു നീങ്ങിയിരുന്ന പശുവിനെ ഇടിച്ചു വീഴ്ത്തുകയും
കഴുത്തിലൂടെ വാഹനം കയറ്റിയിറക്കുകയും ചെയ്തു. പശു തൽക്ഷണം ചത്തെങ്കിലും ബസ് നിർത്താതെ പോയി. പോർക്കുളം പഞ്ചായത്തിലെ കൊങ്ങണൂർ കരുമത്തിൽ വീട്ടിൽ വേണുവിന്റെ ഉടമസ്ഥതയിലുള്ള പശുവാണ് ചത്തത്. പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്ന് ബസ് ഉടമകളെ കണ്ടെത്തി ബസ് പോലീസ് കസ്റ്റഡിയിലെടുത്തു. ബസ്സുകളുടെ ഗതാഗത നിയമലംഘനം അവസാനിപ്പിച്ചില്ലെങ്കിൽ ഇതുവഴി വരുന്ന ബസ്സുകൾ തടഞ്ഞിടുമെന്ന് പ്രാദേശിക CPM നേതാക്കൾ അറിയിച്ചു. വേലൂർ പഞ്ചായത്ത് ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം മുണ്ടകൻ കൃഷിക്കുള്ള നെൽവിത്തിന്റെ വിതരണോദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് TR ഷോബി നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് കർമ്മല ജോൺസൺ അധ്യക്ഷത വഹിച്ചു. കൃഷി ഓഫീസർ ഡോക്ടർ ജസ് മരിയ PL പദ്ധതി വിശദീകരിച്ചു. പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം CF ജോയ്, മെമ്പർമാരായ വിമല നാരായണൻ, ബിന്ദു ശർമ്മ, കൃഷി അസിസ്റ്റന്റുമാരായ ബൈജു ഫ്രാൻസിസ്, AB സ്വപ്ന എന്നിവർ സംസാരിച്ചു. പുന്നൂർ പഞ്ചായത്ത് പാഴ്പുതുക്കം ഉത്സവം സംഘടിപ്പിച്ചു. അന്താരാഷ്ട്ര പ്ലാസ്റ്റിക് ബാഗ് ഫ്രീ ഡേയുടെ ഭാഗമായി എടക്കഴിയൂർ GMLP, കുരഞ്ഞിയൂർ ADLP, എടക്കര IDC, എടക്കഴിയൂർ GLP എന്നീ സ്കൂളുകളിലാണ് പാഴ്പുതുക്കം സംഘടിപ്പിച്ചത്. പാഴ്വസ്തുക്കളിൽ നിന്ന് കുട്ടികൾ നിർമ്മിച്ച കരകൗശല വസ്തുക്കളുടെ പ്രദർശനം ഒരുക്കിയിരുന്നു. തുടർന്ന് കുട്ടികൾ നിർമ്മിച്ചു വന്ന തുണിസഞ്ചികൾ പഞ്ചായത്ത് അധികൃതർക്ക് കൈമാറി. കുട്ടികൾ വിതരണം ചെയ്ത തുണിസഞ്ചികൾ വാർഡിലെ വ്യാപാര സ്ഥാപനങ്ങൾ, വീട്ടുടമസ്ഥർ, പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ എന്നിവർക്കായി നൽകി. 3 സ്കൂളുകളിൽ നിന്നായി 700ഓളം തുണിസഞ്ചികൾ ശേഖരിക്കാനായി. മഴുവഞ്ചേരി ഭാരതീയ വിദ്യാവിഹാർ സ്കൂളിന്റെ നേതൃത്വത്തിൽ ഗുരുപൂജ മഹോത്സവം സംഘടിപ്പിച്ചു. മഴുവഞ്ചേരി മഹാദേവ ക്ഷേത്രത്തിലെ പ്രശാന്തി മണ്ഡപത്തിലായിരുന്നു ചടങ്ങ്. പുറനാട്ടുകര ശ്രീ ശാരദാ മഠം അധ്യക്ഷ വിമല പ്രാണമാതാജി, കേരള സാഹിത്യ അക്കാദമി മുൻ സെക്രട്ടറിയും സാഹിത്യകാരനും അധ്യാപകനുമായ PV കൃഷ്ണൻ നായർ, ഭാരതീയ വിദ്യാവിഹാർ വിദ്യാലയ സമിതി ചെയർമാൻ ഡോക്ടർ സുരേന്ദ്രനാഥ കൈമൾ, മഴുവഞ്ചേരി മഹാദേവ ക്ഷേത്രം രക്ഷാധികാരി വിജയകുമാരി ടീച്ചർ, വിദ്യാലയ സമിതി വൈസ് പ്രസിഡന്റ് ഇന്ദിരാദേവി ടീച്ചർ, സ്കൂൾ മാനേജർ N ഹരീന്ദ്രൻ മാസ്റ്റർ, പ്രിൻസിപ്പൽ MS സുജ എന്നിവരെയാണ് ചടങ്ങിൽ ഗുരുപൂജ നടത്തി ആദരിച്ചത്. പഴഞ്ഞി ഗവൺമെന്റ് ഹൈസ്കൂളിൽ SFIക്ക് പഠിപ്പ് മുടക്കി സമരം നടത്താൻ അനുമതി നൽകിയെന്ന് ആരോപിച്ച് BJP പ്രതിഷേധവുമായി രംഗത്ത് വന്നു. വിഷയത്തിൽ ജില്ലാ കളക്ടർക്കും സ്കൂൾ പ്രിൻസിപ്പലിനും മറ്റ് അധികൃതർക്കും BJP മണ്ഡലം പ്രസിഡന്റ് PJ ജെബിൻ രേഖാമൂലം പരാതി നൽകി. കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്നാണ് BJPയുടെ ആവശ്യം. PTA വിളിച്ച യോഗപ്രകാരം 12 വർഷങ്ങൾക്ക് മുമ്പ് അതിൽ പ്രകാരം ഈ 12 വർഷക്കാലമായി യാതൊരു വിദ്യാർത്ഥി സമരങ്ങൾക്കും സ്കൂൾ അവധി നൽകില്ല എന്ന് പ്രഖ്യാപിക്കുകയും അത് എല്ലാവരും തുറന്നു പോരുകയും ചെയ്തിരുന്ന സാഹചര്യമാണ് കഴിഞ്ഞ സ്കൂളിനെ സംബന്ധിച്ചുണ്ടായിരുന്നത്. SFIക്ക് വേണ്ടി അറ്റാക്ക് ചെയ്യുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന സ്കൂൾ പ്രിൻസിപ്പാളും ചേർന്ന് മറ്റു അധ്യാപകരുടെ അവഗണനയെ പോലും വകവയ്ക്കാതെ സ്കൂൾ യഥാശീലം തുറന്നു വിടുകയും വിദ്യാർത്ഥികളെ പുറത്തേക്ക് വിടുകയും ചെയ്യുകയുണ്ടായി. BJP പ്രിൻസിപ്പാളിനായിട്ട് സംസാരിച്ചതിൽ പ്രകാരം പ്രിൻസിപ്പാൾ പറഞ്ഞത് PTA പ്രസിഡന്റിന്റെ സമ്മർദ്ദപ്രകാരം എനിക്ക് വിടേണ്ടി വന്നു എന്നാണ്. അപ്പോൾ ഇതിനെതിരെ ഒരു സമരപരിപാടിയുമായി BJPയും രക്ഷാകർതൃ സമിതിയും കൂടി മുന്നിട്ടിറങ്ങുകയാണ്. ഗുരുപൂർണിമ ദിനത്തിൽ ഇരിങ്ങാലക്കുട സ്വദേശിയും പ്രശസ്ത കഥകളി ആചാര്യനും കേന്ദ്ര സംഗീത നാടക അക്കാദമിയുടെ സീനിയർ ഫെലോഷിപ്പും രത്ന പുരസ്കാരവും ലഭിച്ച സദനം കൃഷ്ണൻകുട്ടി ആശാനെ ഗുരുവായൂർ പൈതൃകം കൂട്ടായ്മ ആദരിച്ചു. അദ്ദേഹത്തിന്റെ വസതിയിലെത്തി ഭാരവാഹികൾ പണക്കിഴിയും പൊന്നാടയും ഉപഹാരവും സമ്മാനിച്ചു. പൈതൃകം കോർഡിനേറ്റർ അഡ്വക്കേറ്റ് രവി ചങ്കത്ത്, പൈതൃകം കലാക്ഷേത്ര ചെയർമാനും ഓട്ടൻതുള്ളൽ ആചാര്യനുമായ മണലൂർ ഗോപിനാഥ്, ജനറൽ കൺവീനർ ശ്രീകുമാർ P നായർ, സെക്രട്ടറി മധു K നായർ, PRO രാജേഷ് ഗുരുവായൂർ, നിർവാഹക സമിതി അംഗം മുരളീധരൻ KR എന്നിവർ നേതൃത്വം നൽകി. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ കുന്നംകുളം മാർത്താറ്റ് അരമന ചാപ്പലിൽ സംയുക്ത പെരുന്നാൾ ജൂലൈ 13-14 തീയതികളിലായി ആഘോഷിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കാലം ചെയ്ത പുലിക്കോട്ടിൽ ജോസഫ് മാർ ദീവാനാസിയോസ് രണ്ടാമൻ മലങ്കര മെത്രോപ്പൊലിത്തയുടെ 116ാമത് ഓർമ്മ പെരുന്നാളും മലങ്കര സഭ പരമാധ്യക്ഷനായിരുന്ന ബസേലിയോസ് മാർ തോമ പൗലോസ് ദ്വിതീയൻ കത്തോലിക്ക ബാവയുടെ 4ാം ഓർമ്മ പെരുന്നാളുമാണ് കുന്നംകുളം ഭദ്രാസന അരമന ചാപ്പലിൽ സംയുക്തമായി ആചരിക്കുന്നത്. ഇതിന്റെ ഭാഗമായുള്ള കൊടിയേറ്റ കർമ്മം കുന്നംകുളം ഭദ്രാസന മെത്രോപ്പൊലിത്ത ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രോപ്പൊലിത്ത നിർവഹിച്ചു. പെരുന്നാളിനോടനുബന്ധിച്ച് കോട്ടയം ദേവലോകം അരമനയിലേക്കുള്ള തീർത്ഥയാത്ര ജൂലൈ 11 വെള്ളിയാഴ്ച വൈകിട്ട് 3:30 കോട്ടയത്ത് മാർ ഏലിയ കത്തീഡ്രലിൽ എത്തിച്ചേരും. തുടർന്ന് പദയാത്രയായി കവറിങ്കലെത്തും. 13-ാം തീയതി വൈശ്ശേരി പള്ളിയിൽ നിന്നും 5 മണിക്ക് പദയാത്രയാരംഭിച്ച് ഭദ്രാസന അരമന ചാപ്പലിൽ എത്തുന്നതോടെ സന്ധ്യാനമസ്കാരം ആരംഭിക്കും. തുടർന്ന് പ്രദക്ഷിണവും അനുസ്മരണ പ്രഭാഷണവും അത്താഴവിരുന്നും ഉണ്ടായിരിക്കും. 14-ന് കാലത്ത് പ്രദക്ഷിണവും സ്നേഹവിരുന്നും ഉണ്ടായിരിക്കും. ശുശ്രൂഷകൾക്ക് മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷൻ
ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കത്തോലിക്ക ബാവയും കുന്നംകുളം ഭദ്രാസനാധിപൻ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രോപൊലിത്തയും കാർമ്മികരാകുമെന്ന് ഫാദർ സക്കറിയ ചീരൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഫാദർ ജോസഫ് ജോർജ്, കെ എഡ്വി സക്കറിയ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കടപ്പുറം പഞ്ചായത്തിൽ വിവിധ പ്രദേശങ്ങളിൽ ജനങ്ങൾ നേരിടുന്ന കുടിവെള്ള പ്രശ്നം പരിഹരിക്കുക, മലിനജലം വരുന്നത് തടയുക, യഥാസമയം അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച കടപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് സാലിഹ ഷൗക്കത്തിന്റെ നേതൃത്വത്തിൽ ഗുരുവായൂർ വാട്ടർ അതോറിറ്റി ഓഫീസിന് മുൻപിൽ ജനപ്രതിനിധികൾ ഉപരോധ സമരം നടത്തി. 10 ദിവസമായി PWD റോഡിൽ പ്രധാന പൈപ്പ് ലൈൻ പൊട്ടിയിട്ടും യഥാസമയം പരാതി അറിയിച്ചിട്ടും ഇടപെടാത്തതാണ് കുടിവെള്ളം ലഭ്യമാകാതിരിക്കാൻ കാരണം. പഞ്ചായത്തിന്റെ വിവിധ വാർഡുകളിൽ കുടിവെള്ള വിതരണം ചെയ്യുന്ന കച്ചേരി ടാങ്ക്, അഞ്ചങ്ങാടി ടാങ്ക് എന്നിവയിൽ നിന്നും വിതരണം ചെയ്യുന്ന പ്രധാന പൈപ്പാണ് പൊട്ടിയത്. PWD റോഡ് പൊളിക്കാനുള്ള അനുവാദം ലഭ്യമായിട്ടില്ല എന്നാണ് വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ നൽകുന്ന ന്യായീകരണമെന്നും ഉപരോധക്കാർ പറഞ്ഞു. സ്ഥിരം സമിതി അധ്യക്ഷരായ ഹസീന താജുദ്ദീൻ, VP മൻസൂർ അലി, ശുഭ ജയൻ, അംഗങ്ങളായ TR ഇബ്രാഹിം, AV അബ്ദുൽ ഗഫൂർ തുടങ്ങിയവർ പ്രതിരോധ സമരത്തിൽ പങ്കെടുത്തു. കടങ്ങോട് പഞ്ചായത്ത് 12-ാം വാർഡ് 111-ാം നമ്പർ അംഗൻവാടിയുടെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് BJP എയ്യാൽ മേഖലാ കമ്മിറ്റി പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. അംഗൻവാടിയിലെ മാലിന്യക്കുഴി നിറഞ്ഞ് ദുർഗന്ധം വമിക്കുകയാണെന്നും ഇവിടെ വരുന്ന കുട്ടികൾക്ക് സാംക്രമിക രോഗങ്ങൾ ബാധിക്കുവാനുള്ള സാഹചര്യമുണ്ടെന്നും BJP ആരോപിച്ചു. കുടിവെള്ളത്തിനായി ടാപ്പുകളിലെന്നും കിണർ വൃത്തിയാക്കാതെ ഉപയോഗശൂന്യമായിരിക്കുകയാണെന്നും സാമൂഹ്യവിരുദ്ധരുടെ വിഹാരകേന്ദ്രമായി അങ്കണവാടി മാറിയെന്നും പ്രതിഷേധക്കാർ കുറ്റപ്പെടുത്തി. BJP എരുമപ്പെട്ടി മണ്ഡലം ജനറൽ സെക്രട്ടറി VM സുരേന്ദ്രൻ സമരം ഉദ്ഘാടനം ചെയ്തു. രാത്രികാലങ്ങളിൽ മഴ പെയ്താൽ വെള്ളമൊഴിഞ്ഞു പോകാത്തതുകൊണ്ട് കഴിഞ്ഞ ദിവസം അങ്കണവാടി ടീച്ചർ വഴുതി വീണ് കൈക്ക് പ്ലാസ്റ്റർ ഇടേണ്ട സാഹചര്യമുണ്ടായെന്ന് സുരേന്ദ്രൻ ആരോപിച്ചു. ബൂത്ത് പ്രസിഡന്റ് മിഥുൻ എയ്യാൽ അധ്യക്ഷനായി. കടങ്ങോട് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ജനു വെള്ളർക്കാട്, ജനറൽ സെക്രട്ടറി രാജേഷ് എയ്യാൽ, യുവമോർച്ച മണ്ഡലം പ്രസിഡന്റ് അഭിലാഷ് കടങ്ങോട്, ശിവൻ എയ്യാൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. ദിലീപ് എയ്യാൽ, ശ്യാംലാൽ, ശിവദാസൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. എരുമപ്പെട്ടി പഞ്ചായത്ത് കാവാലൻചിറ തൂമ്പിൽ കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്തലാൽ അധ്യക്ഷനായി. ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ ഷീജ സുരേഷ്, പഞ്ചായത്ത് അംഗങ്ങളായ MK ജോസ്, സുധീഷ് പറമ്പിൽ, KB ബബിത, NP അജയൻ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ KC ഫ്രാൻസിസ് തുടങ്ങിയവർ സംസാരിച്ചു. 7 ലക്ഷം രൂപയാണ് പദ്ധതിക്കായി ചെലവഴിച്ചത്. കാവാലൻചിറ മുതൽ തൂമ്പൽ ക്ഷേത്രം വരെയുള്ള കുടുംബങ്ങൾക്കാണ് പദ്ധതി ഉപയോഗപ്പെടുക. 2ാം ഘട്ടത്തിൽ മറ്റ് ഭാഗങ്ങളിലുള്ളവർക്കും പദ്ധതി ഉപയോഗപ്രദമാക്കുമെന്ന് പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു. ഗുരുപൂർണിമയുടെ ഭാഗമായി നാടിന്റെ പ്രിയപ്പെട്ട ഗുരുക്കന്മാരെ പോർക്കുളം സേവാഭാരതി ആദരിച്ചു. കുട്ടികളുടെയും നാടിന്റെയും ബേബി ടീച്ചർ എന്നറിയപ്പെടുന്ന അക്കിക്കാവ് ഈച്ചരത്ത് പത്മിനി ടീച്ചർ, 100-ാം വയസ്സിലും സജീവമായ പാട്ടധ്യാപിക കൊങ്ങണൂർ കോവിലകത്തെ സുഭദ്ര ടീച്ചർ, നോങ്ങല്ലൂർ മരക്കാകത്ത് സരസ്വതി ടീച്ചർ, യോഗാചാര്യൻ ബാബു ജേക്കബ് എന്നിവരെയാണ് വീടുകളിലെത്തി ആരതി ഒഴിഞ്ഞ് തിലകം ചാർത്തി സേവാഭാരതി ആദരിച്ചത്. പോർക്കുളം സേവാഭാരതി പ്രസിഡന്റ് മനോജ് കുമാർ കരിമത്തിൽ, സെക്രട്ടറി മണിക്കുട്ടൻ, ട്രഷറർ KS പ്രദീപ്, വിദ്യാഭ്യാസം കൺവീനർ സുധാ ഹർഷൻ, ആരോഗ്യ മേഖലാ കൺവീനർ MA സുദേശ്, സ്വാലംബൻ കൺവീനർ C മഹേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. കടവല്ലൂർ പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്തിന്റെ സഹകരണത്തോടെ ചോല അംഗൻവാടിയുടെ അടുത്തുള്ള കെട്ടിടത്തിൽ പൂർത്തീകരിച്ച വനിതാ ഫിറ്റ്നസ് സെന്റർ പ്രവർത്തനോദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം പത്മ വേണുഗോപാൽ നിർവഹിച്ചു. കടവല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജയകുമാർ പൂളയ്ക്കൽ, പഞ്ചായത്ത് അംഗം ഉഷ ശശികുമാർ, ട്രെയിനർ ഷഹല തുടങ്ങിയവർ സംസാരിച്ചു. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിലെ ഏറ്റവും മികച്ച മത്സ്യ കർഷകനുള്ള പുരസ്കാരത്തിന് അർഹനായ എളവള്ളി പഞ്ചായത്തിലെ ചിറ്റാട്ടുകര ജനശക്തി റോഡിലെ ട്രീസ ഫിഷ് ഫാമിന്റെ ഉടമ CK സെബിക്ക് അനുമോദനവുമായി മുൻ MP TN പ്രതാപൻ. 60 സെന്റ് സ്ഥലത്ത് 30ഓളം ടാങ്കിലായി 12,000 വരാലിനെയാണ് സെബി വളർത്തുന്നത്. ഇത്തവണയും സെബിക്ക് അവാർഡ് ലഭിച്ചതറിഞ്ഞ് മുൻ MP TN പ്രതാപൻ സെബിയുടെ ഭവനത്തിലെത്തുകയായിരുന്നു. സെബിയോടൊപ്പം നിന്ന് ഭാര്യയും മകനും മത്സ്യകൃഷിയിൽ ഒത്തൊരുമിച്ച് പണിയെടുക്കുന്നത് അഭിനന്ദനാർഹമാണെന്ന് TN പ്രതാപൻ വ്യക്തമാക്കി. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് CJ സ്റ്റാൻലി, മണ്ഡലം പ്രസിഡന്റ് പ്രസാദ് വാഗ എന്നിവരും പ്രതാപന്റെ ഒപ്പം ഉണ്ടായിരുന്നു. ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ എളവള്ളി പഞ്ചായത്തിലെ ചിറ്റാട്ടുകരയിൽ CK സെബിയുടെ വീട്ടുമുറ്റത്താണ്. എൻ്റെ സ്നേഹിതൻ CJ സ്റ്റാൻലി പറഞ്ഞു, ഇദ്ദേഹത്തിന് കഴിഞ്ഞ വർഷവും ഇതുപോലെ മികച്ച മത്സ്യ കർഷകനുള്ള അവാർഡ് മുല്ലശ്ശേരി ബ്ലോക്കിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഭയങ്കര സന്തോഷം തോന്നി. ഇപ്പോൾ വന്ന് കണ്ടപ്പോൾ എനിക്ക് അതിലേറെ ആഹ്ലാദം തോന്നി. അതായത് ബ്രാല് എന്ന് പറയുമ്പോൾ നമ്മൾ വരാലിനെയാണ് ഇവിടെ കൃഷി ചെയ്യുന്നത്. ഇതാണ് മോൻ, +1 പഠിക്കുന്ന മോനും കൂടിയുണ്ട്. വൈഫും
കൂടെയുണ്ട്. ഇതുകൊണ്ടാണൊരു ഉപജീവന മാർഗം വരുമാനം കാണുന്നതിന് സന്തോഷം. എനിക്ക് തോന്നി എനിക്ക് എൻ്റെ വീട്ടുമുറ്റത്ത് ഒരു മരാൽ കിണറുണ്ടാക്കണം. അത് ഞാൻ CK ഏൽപ്പിച്ചിട്ടുണ്ട്. ഈ മുല്ലശ്ശേരി ബ്ലോക്കിലെ ഏറ്റവും മികച്ച മത്സ്യ കർഷകന് 2ാമത് അവാർഡ് കിട്ടി. അത് അർഹതപ്പെട്ട ആൾക്കാണ്. ഇവിടെ വന്നു കണ്ടപ്പോൾ 100% ആർക്കും ബോധ്യമാവും. പ്രത്യേകമായും അഭിനന്ദനം. മോന് ഈ കോളേജ് സ്കൂളിൽ +1 പഠിക്കുന്ന മോൻ അപ്പനെ സഹായിക്കാൻ കൂടിയുണ്ട്, പിന്നെ സഹധർമ്മിണിയും കൂടിയുണ്ട്. ഈ നല്ല സംരംഭത്തിന് എല്ലാ ആശംസകളും. ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ ജയന്തിയുടെ വിജയകരമായ നടത്തിപ്പിനായി മഹാഗോപൂജ സ്വാഗത സംഘം രൂപീകരിച്ചു. ഡോക്ടർ VM വാസുദേവൻ ഉദ്ഘാടനം ചെയ്തു. ബാലഗോകുലം ഗുരുവായൂർ ഗോകുല ജില്ലാ പ്രസിഡന്റ് PS നാരായണൻ അധ്യക്ഷത വഹിച്ചു. ബാലഗോകുലം തൃശൂർ ജില്ലാ അധ്യക്ഷൻ P ഗോപകുമാർ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. ജില്ലാ സംഘചാലക് ഡോക്ടർ നന്ദകുമാർ, CG ഷമ്മി പനക്കൽ, MS രാജൻ തുടങ്ങിയവർ സംസാരിച്ചു. AV രഞ്ജിത്ത് സ്വാഗതവും TS ശിവരാമൻ നന്ദിയും പറഞ്ഞു. PS പ്രേമാനന്ദ് ചെയർമാനായി 101 അംഗ സ്വാഗത സംഘം രൂപീകരിച്ചു. CA പരീക്ഷയിൽ ഉന്നത വിജയം സ്വന്തമാക്കിയ പുന്നൂർക്കുളം ചമ്മന്നൂർ സ്വദേശി അഹമ്മദ് സഹലിനെ പുന്നൂർക്കുളം യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഉപഹാരം നൽകി ആദരിച്ചു. മുൻ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ ആദര ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് മുഹമ്മദ് റഹീസ് അധ്യക്ഷനായി. ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി അഷ്കർ അറക്കൽ, യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി ഷർബനൂസ് പണിക്കവീട്ടിൽ, ചമ്മന്നൂർ സൗത്ത് വാർഡ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഷഫീഖ് പതിയാന വളപ്പിൽ, സേവാദൾ നിയോജക മണ്ഡലം സെക്രട്ടറി ഷാഫി കുന്നത്ത് വളപ്പിൽ, K യാസർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ചമ്മന്നൂർ പണിക്കവീട്ടിൽ ഹുസൈൻ റഷീദ ദമ്പതികളുടെ മകനാണ് 25-കാരനായ അഹമ്മദ് സഹൽ. വിപണി 40 വർഷത്തെ സർവീസ് പാരമ്പര്യമുള്ള ടോപ്പ് സ്റ്റാർ ഏജൻസീസ് കുന്നംകുളത്ത് പ്രവർത്തനം ആരംഭിച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ സാനിറ്ററി ഉൽപ്പാദകരായ അമേരിക്കൻ സ്റ്റാൻഡേർഡ്, ബ്രോഹെ എന്നീ ബ്രാൻഡുകളുടെ കുന്നംകുളത്തെ അംഗീകൃത എക്സ്ക്ലൂസീവ് ഷോറൂമാണ് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. സെറ സാനിറ്ററി വെയർ സ്റ്റൈൽ ഗാലറിയുടെ ഉദ്ഘാടനം സെറ സാനിറ്ററി വെയർ സീനിയർ ജനറൽ മാനേജർ N ജയദീപും, അമേരിക്കൻ സ്റ്റാൻഡേർഡ് ആൻഡ് ബ്രോഹെ സ്റ്റുഡിയോയുടെ ഉദ്ഘാടനം ലിക്സിൽ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് സൗത്ത് റീജിയൻ സെയിൽസ് ഹെഡ് അമിത് കാമത്തും നിർവഹിച്ചു. സ്റ്റാർ സാനിറ്ററി വെയറിന്റെ ഉദ്ഘാടനം സ്റ്റാർ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് മാനേജിംഗ് ഡയറക്ടർ ബോബി പോളും, ബാത്തിക്സ് ബാത്ത് സ്റ്റുഡിയോയുടെ ഉദ്ഘാടനം ബാത്തിക്സ് ബാത്ത് ഡയറക്ടർ അബ്ദുൾ അനസും നിർവഹിച്ചു. ചടങ്ങിൽ കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ, ചേംബർ ഓഫ് കൊമേഴ്സ് കുന്നംകുളം പ്രസിഡന്റ് KP സാക്സൺ, കുന്നംകുളം ടൗൺ ജുമാ മസ്ജിദ് പ്രസിഡന്റ് KT അബ്ദു, മാനേജിംഗ് പാർട്ട്നേഴ്സായ NK ഖാലിദ്, C നിഷാദ് തുടങ്ങിയവർ സന്നിഹിതരായി. സ്ഥാപനത്തിന്റെ വിലാസം ടോപ്പ് സ്റ്റാർ ഏജൻസീസ്, വടക്കാഞ്ചേരി റോഡ്, കുന്നംകുളം. ഫോൺ 9995353535. വടക്കേക്കാട് ICA ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിയമബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ചാവക്കാട് താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് അവിനാശ് ക്ലാസ് നയിച്ചു. ലീഗൽ വോളണ്ടിയർ സുപ്രിയ സംബന്ധിച്ചു. NSS വോളണ്ടിയർ ലൈബ സ്വാഗതവും പ്രോഗ്രാം ഓഫീസർ രാജീവ് ബെന്നി നന്ദിയും പറഞ്ഞു. പ്രിൻസിപ്പൽ മുഹമ്മദ് അലി, പ്രോഗ്രാം ഓഫീസർ രാജീവ് ബെന്നി, വോളണ്ടിയർ ലീഡർമാരായ അജീബ്, ശ്രീലക്ഷ്മി എന്നിവർ നേതൃത്വം നൽകി. അംഗൻവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് അസോസിയേഷൻ CITUവിന്റെ ആഭിമുഖ്യത്തിൽ അവകാശ ദിനം ആചരിച്ചു. അംഗൻവാടി ജീവനക്കാരെ കേന്ദ്ര സർക്കാർ ജീവനക്കാരായി അംഗീകരിക്കുന്നതുവരെ ഓണറേറിയം 26,000 രൂപയാക്കി ഉയർത്തുക, വനിതാ ശിശു വികസന പദ്ധതിയുടെ വെട്ടിക്കുറച്ച ഫണ്ട് പുനഃസ്ഥാപിക്കുക, ജീവനക്കാരെ വിശ്രമമില്ലാതെ പണിയെടുപ്പിക്കുന്ന ഉദ്യോഗസ്ഥരുടെ നയം തിരുത്തുക, ജോലികൾക്ക് ഉപകാരപ്രദമായ പുതിയ മൊബൈൽ ഫോണുകൾ നൽകുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് നിവേദനം നൽകി. മുല്ലശ്ശേരി പ്രൊജക്ട് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ICDS ഓഫീസിന് മുൻപിൽ നടത്തിയ അവകാശ ദിനാചരണം CITU ജില്ലാ കമ്മിറ്റി അംഗം CK വിജയൻ ഉദ്ഘാടനം ചെയ്തു. പ്രൊജക്ട് പ്രസിഡന്റ് KR രമ്യ അധ്യക്ഷത വഹിച്ചു. CITU ഏരിയ കമ്മിറ്റി അംഗം PG സുബിദാസ്, പ്രൊജക്ട് സെക്രട്ടറി NB ജയ, ട്രഷറർ KR ഗീത, ജോയിന്റ് സെക്രട്ടറി ശ്രീജ മോഹനൻ എന്നിവർ സംസാരിച്ചു. വിപണി ഗുരുവായൂർ പഞ്ചാരമുക്കിൽ നോബിൾ ഏജൻസീസ് പ്രവർത്തനം ആരംഭിച്ചു. ഗുരുവായൂർ പഞ്ചാരമുക്കിൽ പ്രവർത്തനം ആരംഭിച്ച നോബിൾ ഏജൻസീസിൽ ബിർള ഫ്രാഞ്ചൈസി സ്റ്റോറിന്റെ ഉദ്ഘാടനം ഗുരുവായൂർ മുനിസിപ്പൽ ചെയർമാൻ M കൃഷ്ണദാസ് നിർവഹിച്ചു. മൾട്ടി ബ്രാൻഡ് ബിൽഡിംഗ് മെറ്റീരിയൽ സ്റ്റോറിന്റെ ഉദ്ഘാടനം
നോബിൾ ഏജൻസീസ് മാനേജിംഗ് ഡയറക്ടർ KD ആന്റോ നിർവഹിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന സീനിയർ വൈസ് പ്രസിഡന്റ് KV അബ്ദുൾ ഹമീദ്, പാലയൂർ സെന്റ് തോമസ് ഫൊറോന ചർച്ച് വികാരി ഫാദർ ഡേവിസ് കണ്ണമ്പുഴ, ഗുരുവായൂർ മുനിസിപ്പാലിറ്റി വൈസ് ചെയർമാൻ അനീഷ്മ ഷനൂജ്, കൌൺസിലർ PK നൌഫൽ, ലെൻസ്ബെഡ് തൃശൂർ ജില്ലാ പ്രസിഡന്റ് OB ജയചന്ദ്രൻ, ഓൾ കേരള പെയിന്റ് ഡീലേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് KI നജ, മെട്രോ ക്ലബ് പ്രസിഡന്റ് KR ചന്ദ്രൻ, ശ്രീചിത്ര ആയുർവേദ ചെയർമാൻ ഡോക്ടർ PV മധുസൂദനൻ തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. മികച്ച ബ്രാൻഡുകളുടെ പെയിന്റുകളും ബിൽഡിംഗ് മെറ്റീരിയൽസും ഇവിടെ ലഭ്യമാണ്. ഏഷ്യൻ പെയിന്റ്സ്, ബർജർ, ഇൻഡിഗോ പെയിന്റ്സ്, ഡോക്ടർ ഫിക്സിറ്റ്, അൾട്രാടെക് സിമന്റ്, ACC സിമന്റ്, ചെട്ടിനാട് സിമന്റ് തുടങ്ങി വിവിധ ബ്രാൻഡുകളുടെ ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ സ്ഥാപനത്തിൽ ലഭ്യമാണ്. നോബിൾ ഏജൻസീസ്, പഞ്ചാരമുക്ക്, ഗുരുവായൂർ. ഫോൺ 9400596653 6238668901. അഖില ഭാരത ശ്രീ ഗുരുവായൂരപ്പ ഭക്തസമിതിയുടെയും മമ്മിയൂർ ദിവ്യശ്രീ വിജ്ഞാന പഠന കേന്ദ്രത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ഗുരുപൂർണിമ ദിനം ആചരിച്ചു. മമ്മിയൂർ ദിവ്യശ്രീ വിജ്ഞാന കേന്ദ്രത്തിൽ നടന്ന ചടങ്ങ് പാലക്കാട് നല്ലേപ്പുള്ളി ആശ്രമ മഠാധിപതി സ്വാമി സന്മയാനന്ദ സരസ്വതി ഉദ്ഘാടനം ചെയ്തു. സായി സഞ്ജീവനി ട്രസ്റ്റ് ചെയർമാൻ മൗനി യോഗി സ്വാമി ഹരിനാരായണൻ ഗുരുപൂർണിമ സന്ദേശം നൽകി. ആചാര്യ CP നായർ അധ്യക്ഷനായി. ഭക്തസമിതി ജനറൽ സെക്രട്ടറി സജീവൻ നമ്പിയത്ത്, ഗുരുവായൂർ ദേവസ്വം മാനേജർ K പ്രദീപ് കുമാർ, A രാധാകൃഷ്ണൻ, മമ്മിയൂർ വിജയലക്ഷ്മി ടീച്ചർ, പുന്ന വിനോദ് കുമാർ, B വിജയകുമാരി, ഗീത വിനോദ്, വിലാസിനി അമ്മ എന്നിവർ സംസാരിച്ചു. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 8,980 രൂപ, സ്വർണം പവന് 71,840 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 116 രൂപ. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകളിലേക്ക്. ഇടയശ്രേഷ്ഠനെ ഹൃദയപൂർവ്വം അന്ത്യയാത്രാമൊഴിയേകി സാംസ്കാരിക നഗരി കാലം ചെയ്ത ഡോക്ടർ മാറപ്പുറ മെത്രാപ്പോലിത്തയ്ക്ക് സംസ്ഥാനത്തിന്റെ പ്രണാമം. ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാര ശുശ്രൂഷകൾ നടന്നു. യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റിനെ മർദ്ദിക്കുകയും പരിക്കേൽപ്പിക്കുകയും ചെയ്ത സംഭവത്തിൽ പോലീസിനെതിരെ കേസ്. കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ 4 പോലീസുകാർക്കെതിരെ കുന്നംകുളം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് കേസെടുത്ത് ഉത്തരവായത്. പൊള്ളാച്ചിയിൽ കാർ കൊക്കയിലേക്ക് മറിഞ്ഞ് ഗുരുവായൂർ GFPS സ്കൂൾ 2ാം ക്ലാസ് വിദ്യാർത്ഥിനി മരിച്ചു. ഗുരുവായൂർ മാവിൻ ചുവടെ താമസിക്കുന്ന കാസർഗോഡ് സ്വദേശി സാബിറിന്റെ മകൾ 7 വയസ്സുള്ള സിയ ഫാത്തിമയാണ് മരിച്ചത്. ദേശീയ പണിമുടക്ക് ദിനത്തിൽ ഗുരുവായൂരിൽ ഹോട്ടൽ അടിച്ചു തകർത്ത കേസിൽ 5 പേർ അറസ്റ്റിൽ. അനീഷ് പ്രസാദ്, സുരേഷ് ബാബു, മുഹമ്മദ് നിസാർ, രഘു എന്നിവരെയാണ് ഗുരുവായൂർ ടെമ്പിൾ പോലീസ് അറസ്റ്റ് ചെയ്തത്. തട്ടകത്തിന്റെ കഥാകാരനെ തട്ടകത്തിലെ കലാലയത്തിൽ അപൂർവ സ്മാരകം ഉയർന്നു. കോവിലൻ സ്മാരക ഹാളിന്റെ ഉദ്ഘാടനവും കോവിലൻ കലാലയ പുരസ്കാര വിതരണവും വെള്ളിയാഴ്ച നടന്നു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.